ഈ ഒരു വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ അർജന്റീനയുടെ ഒരു ഇതിഹാസ താരമായ നമ്മുടെ അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആ ഒരു ടീമിൽ നിന്നും പടിയിറങ്ങും. ഇനി എമിലിയാനോ മാർട്ടിനസ് ഇതിഹാസ താരം എന്ന് വിളിക്കുമ്പോൾ ചില ആളുകൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരൻ വേൾഡ് കപ്പ് വിന്നറാണ്, 2 തവണ കോപ്പ അമേരിക്ക വിന്നറാണ്, ഒരു ഫൈനലിസിമ വിന്നറാണ്. അതായത് ആ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ലെജൻഡ് ആണെന്നില്ല കാര്യത്തിൽ സംശയമില്ല. നാഷണൽ ലെവലിൽ ലെജൻഡാണ് പുള്ളിക്കാരൻ. ആ ഒരു അർജന്റീന ഫാൻസിനും അർജന്റീനയുടെ സപ്പോർട്ടേഴ്സിനും അദ്ദേഹം ലെജൻഡ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ക്ലബ്ബ് ലെവലിൽ ഒരുപക്ഷെ പുള്ളിക്കാരൻ കളിച്ച ആസ്റ്റൺ വില്ലയൊക്കെ ഒരു മികച്ച ക്ലബ്ബുകളിലേക്ക് പോയാൽ അവിടെയും പുള്ളിക്കാരനെ ലെജൻഡ് ആക്കാം. അപ്പോൾ ദിബു മാർട്ടിനസ് അഥവാ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് അർജന്റീന നേടിയാൽ ഞാൻ ഈ ഒരു നാഷണൽ ടീമിൽ നിന്നും പടിയിറങ്ങും. പുതിയ പ്ലേയേഴ്സിന് ഞാനിവിടെ അവസരം കൊടുക്കുന്നില്ല കാര്യമാണ്. അതായത് ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് ഒക്കെ അടിക്കാന്ന് പറയുന്നത് അത് അടിക്കുന്നില്ലത് വേറെ കാര്യം. അത് അർജന്റീന കാണിക്കേണ്ട ഒരു മെന്റാലിറ്റിയാണ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിരമിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട സംഭവം എന്താ വെച്ചാൽ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയോടൊപ്പം ഈ ഒരു മേജർ ടൂർണമെന്റ്സ് ഉണ്ടാവില്ല, ഇപ്പൊ കോപ്പ അമേരിക്ക, വേൾഡ് കപ്പ്, അങ്ങനെ ടൂർണമെന്റ്സിൽ ആകെ ഒരു തവണ മാത്രമാണ് ഈ ഒരു 2 കോപ്പ അമേരിക്കയിലും വേൾഡ് കപ്പിലും കൂടിയിട്ട് ഒരു തവണ മാത്രമാണ് പുള്ളിക്കാരൻ ഒരു മത്സരം തോറ്റിട്ടുള്ളത് അർജന്റീനക്കൊപ്പം. 3 ടൂർണമെന്റിൽ നിന്ന് ഒരു മാച്ച്. ബാക്കി കളിച്ച എല്ലാ കളികളും പുള്ളിക്കാരൻ മേജർ കോമ്പറ്റീഷൻസിലൊക്കെ വിൻ ചെയ്ത പ്ലെയറാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നാഷണൽ ലെവലിൽ കിടിലം സ്റ്റാറ്റ്സ് വെച്ച് പുലർത്തുന്ന താരമാണ് മാർട്ടിനസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ ഒരു വേൾഡ് കപ്പ് കൂടി അർജന്റീനക്ക് അടിച്ചു കഴിഞ്ഞാൽ ദിബു മാർട്ടിനസ് വിരമിക്കും എന്നാണ് പറയുന്നത്. അഫ്കോഴ്സ് മാർട്ടിനസ് മാത്രമല്ല പല താരങ്ങളും അതിൽ നിന്ന് വിരമിക്കും. കാരണം അവർക്ക് എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത് അത് അവർ അച്ചീവ് ചെയ്തു. ഇനി ഒരു തവണ കൂടി അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഇനിയിപ്പോ അവിടെ നിന്നിട്ട് എന്തിനാ, കാരണം ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് ഒക്കെ അടിക്കാന്ന് പറയുമ്പോൾ അതൊരു വേറെ തന്നെ ഐറ്റം ആയിരിക്കും. ഏതായാലും അർജന്റീനക്ക് ഇനി വേൾഡ് കപ്പ് നേടാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.